നമസ്കാരം. കേരളത്തിൽ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്ന NH-66 പണി നിങ്ങളെപ്പോലെ തന്നെ എന്ന് തീരുമെന്ന ആകാംക്ഷയിലാണ് ഞാനും. പല പ്രാവശ്യവും ഇതിൻ്റെ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ പുതുക്കി നിശ്ചയിച്ചതാണ്. ഇതിൽ ഒടുവിലത്തേതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചിരിക്കുന്ന ഡേറ്റ് ഓഫ് കംപ്ലീഷനിൽ പോലും പണി തീരുന്ന കാര്യം സംശയമാണ്. എങ്കിലും ആ തീയതികളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഒപ്പം തന്നെ ഓരോ റീച്ചിലെ പുരോഗതിയും. ഇത് പാർലമെൻറ്റിലെ വർഷകാല സമ്മേളനത്തിനിടയിൽ 23/7/2025 ശ്രീ അബ്ദുൽ വഹാബ് MP ഉന്നയിച്ച ചോദ്യമായിരുന്നു. ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെയും ഓരോ റീച്ചിലുമായി എത്ര ശതമാനം പണികൾ പൂർത്തിയായി എന്നുള്ളതിൻ്റെ ഒരു ആധികാരിക രേഖ തന്നെയായിരിക്കും ഇത്. കാരണം ഈയിടെയായി പല മാധ്യമങ്ങളിലുമായി പണിയുടെ ശതമാനത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് തന്നെ നമുക്ക് പുതിയ കണക്കുകളിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെയാണ് ഫസ്റ്റ് റീച്ച്. ഇവിടെ 39% പണികളാണ് കഴിഞ്ഞിരിക്കുന്നത്. 31/5/2026 പണി തീർക്കേണ്ട അവസാന തീയതി. കടമ്പാട്ടുകോണം മുതൽ കാവനാട് വരെയാണ് രണ്ടാമത്തെ റീച്ച്. ഇവിടെ 77% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. 31/3/2026 ഡേറ്റ് ഓഫ് കംപ്ലീഷൻ. അടുത്തത് കാവനാട് കൊറ്റുകുളങ്ങര. ഇവിടെ 71% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും 31/3/2026 പണി തീർക്കേണ്ട അവസാന തീയതിയായി കാണിച്ചിരിക്കുന്നത്. പിന്നീട് കൊറ്റുകുളങ്ങര പറവൂർ. ഇവിടെ 62% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും 31/3/2026 തീയതി. പറവൂർ മുതൽ തുറവൂർ വരെയാണ് അടുത്തത്. ഇവിടെ 45% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അവസാന തീയതിയായി കാണിച്ചിരിക്കുന്നത് 31/5/2026. തുറവൂർ മുതൽ അരൂർ വരെയുള്ള എലവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം 62% കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ കംപ്ലീഷൻ ഡേറ്റ് 30/6/2026. അടുത്തത് എടപ്പള്ളി കൊടുങ്ങല്ലൂർ. ഇവിടെയും 62% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ 31/5/2026. അടുത്ത റീച്ചായ കൊടുങ്ങല്ലൂർ മുതൽ തളിക്കുളം വരെയുള്ള ഭാഗത്ത് 67% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 31/5/2026 പണികൾ തീർക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. അടുത്തത് തളിക്കുളം കാപ്പിരിക്കാട്. 73%, 31/3/2026 പണികൾ തീർക്കും. കാപ്പിരിക്കാട് വളാഞ്ചേരി റീച്ചിലേക്ക് വരുമ്പോൾ 98% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 31/12/2025 ഡേറ്റായി കാണിച്ചിരിക്കുന്നത്. വളാഞ്ചേരി രാമനാട്ടുകര 99% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. 28/2/2026 തീർക്കുമെന്നാണ് പറയുന്നത്. രാമനാട്ടുകര വെൺകളം 96%, 31/7/2025 ഡേറ്റായി കാണിച്ചിരുന്നത്. വെൺകളം മുതൽ അഴിയൂർ വരെയുള്ള ഭാഗത്ത് 58% പണികൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇവിടെ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ 31/5/2026. മുഴപ്പിലങ്ങാട് മുതൽ തളിപ്പറമ്പ് വരെ 73% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ 31/3/2026. തളിപ്പറമ്പ നീലേശ്വരം സ്ട്രെച്ചിൽ 83% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 31/12/2025 ഡേറ്റ്. നീലേശ്വരം ചെൻകള 79%, 31/12/2025 ഡേറ്റ് ഓഫ് കംപ്ലീഷൻ. ചെങ്കള മുതൽ തലപ്പാടി വരെയുള്ള ഭാഗത്ത് 98% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഡേറ്റ് ഓഫ് കംപ്ലീഷനായി കാണിച്ചിരിക്കുന്നത് 31/7/2025. അപ്പോൾ ഇതൊക്കെയാണ് ഔദ്യോഗികമായ കണക്കുകൾ. ഇനി വരുന്ന അടുത്ത സമ്മേളനത്തിലും ഡേറ്റുകൾ പുതുക്കി നിശ്ചയിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.